കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് നമ്മൾ ആ കമ്പനി എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്യപ്പെടും. അതിന് തെളിവാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നോക്കുക. On registration, the registrar will issue a certificate of incorporation in form INC 11. അതായത് ഫോം നമ്പർ 11ൽ നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. There he certifies that the company is incorporated in the case of a limited company, that company is limited. These days the registrar of companies issue a certificate of incorporation bearing a corporate identity number SIN consisting of 21 digits. ഇത്രേ പറയുന്നുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും രജിസ്ട്രാർ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഫോം നമ്പർ 11ൽ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ കൂടെ ഒരു സിൻ എന്ന് പറയുന്ന സാധനം, സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഐഡൻറ്റിഫൈങ് നമ്പർ, അതായത് 21 ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അതായത് നമ്മുടെ കമ്പനി രജിസ്റ്റേർഡ് നമ്പർ. ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നമ്മൾ ഒരു കമ്പനി സർട്ടിഫൈ ചെയ്താൽ അല്ലെങ്കിൽ അത് ഇൻകോർപ്പറേറ്റഡ് ചെയ്താൽ അഥവാ രജിസ്റ്റേർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലീഗൽ ഇഫക്റ്റ് എന്താണ്, ലീഗൽ പൊസിഷൻ എന്താ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ. എ കമ്പനി becomes a body of corporate distinct from its members. അതായത് കമ്പനി ഒരു ലീഗൽ പേഴ്സണായിട്ട് മാറും. അതിൻ്റെ മെമ്പറിൽ നിന്നും അത് തികച്ചും വ്യത്യസ്തമായി നിലനിൽപ്പുള്ള ഒന്നായിട്ട് മാറുന്നു. The life of the company dates from the first moment of the day of incorporation. അതായത് എന്നാണോ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അന്ന് തൊട്ട് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി, അതൊന്നാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമാണ്. ഇനി പറയുന്നത് കമ്പനി ഹാസ് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഇമ്മോർട്ടലാണ്, അതിനൊരിക്കലും ഒരു മരണമില്ല. എന്നാണോ കമ്പനി സാമ്പത്തികപരമായി പ്രവർത്തിക്കാൻ കഴിയാതെയാകുന്നു അന്ന് കമ്പനി എന്ത് ചെയ്യും, ലിക്വിഡേഷൻ നടക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതിലെ മെമ്പേഴ്സ് ബാങ്ക്രപ്റ്റ് ആകുകയോ അല്ലെങ്കിൽ ലുനാറ്റിക് ആകുകയോ അങ്ങനെ ഒന്നും ആയാലും മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചാലും കമ്പനിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. ഓക്കെ. മൂന്നാമത് പറയുന്നത് കമ്പനി സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നൈം. കമ്പനിക്ക് വേറെ ആൾക്കെതിരെ കേസ് കൊടുക്കാം, അതുപോലെ തന്നെ കമ്പനിക്കെതിരെയും കേസ് നൽകപ്പെടാം. ഓക്കെ, അതാണ് കമ്പനി സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നൈം. നാലാമത് പറയുന്നത് കമ്പനി ഹാസ് റൈറ്റ് ടു ഹോൾഡ് ആൻഡ് അലൈനേറ്റ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി. അതായത് കമ്പനിക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങുകയും ചെയ്യാം, അതുപോലെ തന്നെ കമ്പനിക്ക് വിൽക്കുകയും ചെയ്യാം. അഞ്ചാമത് പറയുന്ന പേര് കമ്പനീസ് ഡെപ്റ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആർ ദ ലാബിലിറ്റീസ്. കമ്പനീൻ്റെ ഡെപ്റ്റ്സും ഒബ്ലിഗേഷനും കമ്പനി ലാബിലിറ്റി ആയാണ് പറയപ്പെടുക. ലാബിലിറ്റീസ് ആർ ദ ലാബിലിറ്റീസ് ഓഫ് ദ കമ്പനി ഓൺലി. കമ്പനീൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് കമ്പനീൻ്റെ ലാബിലിറ്റി മാത്രമാണ്, അല്ലാതെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യതയായിട്ട് പരിഗണിക്കില്ല. ആൻഡ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ്. ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിനെതിരെ ഒരിക്കലും നമുക്ക് ലോ ഉപയോഗിച്ച് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഈ ബാധ്യത അവരുടെ കയ്യിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും പറ്റില്ല. കമ്പനീൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ബാധ്യത മാത്രമാണ്. ഇനി പറയുന്നത് ഒരു അടുത്ത സെക്ഷനാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ഇങ്ങനെ കമ്പനി നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞ് അതിന് സർട്ടിഫിക്കറ്റും കിട്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന മുമ്പ് പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ മൂലധനം വേണം, ക്യാപിറ്റൽ വേണം. അതെങ്ങനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. നോക്കുക. വെൻ എ കമ്പനി ഹാസ് ബീൻ രജിസ്റ്റേർഡ് ആൻഡ് ഹാസ് റിസീവ്ഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇറ്റ് ഈസ് റെഡി ഫോർ ദ ഫ്ലോട്ടേഷൻ. അതായത് കമ്പനി രജിസ്റ്റേർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻകോർപ്പറേഷൻ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഡി ഫോർ ദ ഫ്ലോട്ടേഷൻ. ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കളക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഗോ അഹെഡ് വിത്ത് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ നെസസറി ടു കമൻസ് ദ ബിസിനസ് ടു ക്യാരി ഓൺ ഇറ്റ്സ് ഓൺ ഓപ്പറേഷൻ എഫിഷ്യൻ്റ്ലി ഓർ സാറ്റിസ്ഫാക്ടറി. കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ മൂലധനം സ്വരൂപിക്കുവാൻ കമ്പനിക്ക് റൈറ്റ് ഉണ്ട്. അത് സ്വീകരിക്കാൻ കമ്പനി എടുക്കുന്ന നടപടിയെ നമ്മൾ ഫ്ലോട്ടേഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ് മേ ബി നോട്ടഡ് എ പ്രൈവറ്റ് കമ്പനി ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻവൈറ്റിംഗ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഫണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല as capital. And it has to raise the necessary capital from the friends relatives by private agreement.
അതായത് എന്നാലും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നോ ഫണ്ട് കളക്ട് ചെയ്യാം, അത് ഒരു പ്രൈവറ്റ് എഗ്രിമെന്റ് മൂലം. ഇനി പറയാൻ പോകുന്നത് the majority of the public companies raise their capital in very instance by inviting to subscribe its share capital. എന്നാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് അവർക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, എടുക്കാം. The Companies Act require every public company to take either of the following two steps. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് രണ്ട് രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്നു. ഒന്നാമത് പറയുന്നത് ഇഷ്യൂ എ പ്രോസ്പെക്ട്സ്. ഷെയർ വെക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യണം അല്ലേ, എന്നാൽ ആ പ്രോസ്പെക്ട്സിലായിരിക്കും കമ്പനിയുടെ ഡീറ്റെയിൽസും ഷെയറിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുക. അതാണ് ഇഷ്യൂ എ പ്രോസ്പെക്ട്സ് ഇഫ് പബ്ലിക് ഈസ് ടു ബി ഇൻവൈറ്റഡ് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ. പബ്ലിക് നമ്മുടെ ഷെയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യണം. ഇനി പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് ഫയൽ എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫയൽ എ സ്റ്റേറ്റ്മെന്റ് in lieu of prospect as in the case has been arranged privately. ഇനി ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നല്ല പ്രൈവറ്റ് ആയിട്ടാണ് ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, പകരം എന്ത് ചെയ്താൽ മതി, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, 2-3 പ്രാവശ്യം കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു.